ഞങ്ങളുടെ ക്രിസ്മസ് കരോളായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഡിസംബർ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ്. ആഗമന കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കാത്തിരിപ്പിന് വെറും 4 ദിവസങ്ങൾ മാത്രമേ ഇനിയുള്ളൂ. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിരുന്നാളിലേക്ക് നമ്മൾ ജനനത്തിരുന്നാൾ ആഘോഷിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് ഈ 4 ദിവസത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വരാനിരിക്കുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഏറ്റവും ഹൃദ്യമായി തന്നെ ആശംസകൾ നിങ്ങൾക്ക് നേരുകയാണ്. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ കുഞ്ഞെ, നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? എന്താ മിണ്ടാത്തത്? അയ്യോ, ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ക്രിസ്തുമസിന്റെ പ്രത്യേകത എന്താണെന്ന്. എല്ലാവരും ആഘോഷിക്കുന്നു, നമ്മളും ആഘോഷിക്കുന്നു. കേക്ക് മുറിച്ച് വൈനൊക്കെ കഴിച്ച് പിന്നെ ഭക്ഷണം കഴിച്ച് ചിക്കനും മട്ടനും കൂട്ടി ഒരു പിടി പിടിക്കും. ഇതല്ലേ അച്ഛാ നമ്മുടെ ക്രിസ്തുമസ്? ഇതല്ലാതെ വേറെ എന്താണ് പ്രത്യേകത? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വെറും ആഘോഷമല്ല കുഞ്ഞെ, അത് നമ്മുടെ കർത്താവ് യേശു മിശിഹ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മ തിരുനാളാണ്. ഈശോയെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഉണ്ണി യേശു പിറക്കുന്നതിന് നമ്മൾ നമ്മെ തന്നെ പൂർണ്ണമായി ഒരു പുൽക്കൂടായി ഒരുക്കണം. കേട്ടോ, ദൈവപുത്രൻ എളിയവരിൽ എളിയവനായി ഒരു കാലിത്തൊഴുത്തിലാണ് അവിടുന്ന് ഭൂജാതനായത്. നീതിമാന്മാരെ വിളിക്കാനല്ല, മറിച്ച് പാപികളെ പശ്ചാത്താപത്തിൽ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഈ കഥ വഴി നിനക്ക് എന്ത് മനസ്സിലായി? യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റെല്ലാം അതോടൊപ്പം ലഭിക്കും, അല്ലേ സാവിയച്ച? അതെ കുഞ്ഞി, നീ പറഞ്ഞതാണ് ശരി. ഈ നുറുങ്ങ വെളിച്ചം നിന്നിൽ ജ്വലിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അത് നിന്നിൽ പ്രകാശിച്ചാൽ ആ വെളിച്ചം മറ്റുള്ളവർക്ക് ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാർഗമായി മാറും. ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ മറ്റാരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. ഈ ക്രിസ്മസിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നേറാം.